നമുക്ക് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കാം. ദീപാവലി അല്ലേ, അപ്പോൾ ഇത് ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് വറുത്ത് ഫ്രൈ ആക്കണ്ട. എന്നിട്ട് നമുക്ക് ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്തിട്ട് അതൊന്ന് ഡ്രൈ ആയി വരുന്ന വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പാനോ അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യിൽ വീണ്ടും മക്കന്ന ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് കുറച്ചൊന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതേ പാനിൽ തന്നെ നെയ്യിൽ നമ്മുടെ കയ്യിലുള്ള ആവശ്യമുള്ള നട്ട്സും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന മക്കന്നയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ആ ഒരു മണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ആ ഗോതമ്പിനകത്ത്, നുറുക്ക് ഗോതമ്പിനകത്ത് ഈ മിക്സറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് തേനും കൂടെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു ജ്യൂസി ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കൈകൊണ്ട് ലഡുവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കുക കേട്ടോ. നല്ല ഹെൽത്തിയാണ്, പിന്നെ നട്ട്സൊക്കെ ഉള്ളത് കാരണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലാവർക്കും ഒരു ഹാപ്പി ദീപാവലി ഞാൻ ആശംസിക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമുക്കിന്ന് ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. ചെറുപ്പത്തിലൊക്കെ 200 രൂപയുടെ പടക്കം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ 10 രൂപ പിരിവിടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടപ്പം 10,000-നും 25,000-നും 50,000-നൊക്കെ ഈ ക്രാക്കേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു അതിശയം തന്നെ. ഇത് ഞങ്ങൾ വാങ്ങിച്ച കേട്ടോ. ഇത് ബിലോ 2000 റുപ്പീസിനുള്ള ക്രാക്കേഴ്സും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി.